ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കോക്കോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ആ സന്തോഷം നിങ്ങളോടൊന്നും പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഒരുപാട് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ചെറിയ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ചെറുതല്ല, എനിക്കത് വലിയൊരു സന്തോഷമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ സ്വപ്നം കണ്ട ഒരു കാര്യം അത് പൂവണിയാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെനിക്ക് നിങ്ങളോടും കൂടെ ഒന്ന് പറയണം. എനിക്ക് നിങ്ങളുടെ ദുആ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. അതിനാണിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കോക്കോ കരയുന്നുണ്ട് കേട്ടോ. കോക്കോ വേറെ ഒന്നുമില്ല, കോക്കോയെ തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബഹളം വയ്ക്കുന്നത്. അപ്പം വേറൊന്നുമല്ല, ഈ വരുന്ന നോമ്പ് റമളാൻ തന്നെ നമുക്ക് വിട പറഞ്ഞു പോകാൻ ഇനി ഇവിടെ ഇപ്പോൾ സൗദിയിലായതുകൊണ്ട് ഇനി 2 നോമ്പും കൂടെ. അപ്പം ഇനി അധികം ദിവസമില്ല. അപ്പോൾ ഈ റമളാൻ അവസാനിക്കുമ്പോഴത്തേനും എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലോട്ട് പോവുകയാണ്. വേറൊന്നുമല്ല, ഞാൻ ഉംറയ്ക്ക് പോവുകയാണ്. മാഷാ അല്ലാഹ്. എന്താണ് എൻ്റെ ഒരു സ്വപ്നമാണ് കേട്ടോ. സ്വപ്നം എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് സാധിക്കാൻ പോകുന്നൊന്നും ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഈ ഗൾഫിൽ ഹൗസ് മെയ്ഡ് ജോബ് തിരഞ്ഞെടുക്കാൻ അതും ഒരു കാരണമാണ് കേട്ടോ. നമുക്ക് സൗദിയിൽ പോയാൽ ഉംറ ചെയ്യാൻ പറ്റുമല്ലോ, മക്കയും മദീനയും കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഉള്ളൊരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഈദ് വെക്കേഷന് പോവുകയാണ്. അപ്പം പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ പോകുന്നത്. അപ്പം പോകുന്നതിന് മുമ്പുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. വേറൊന്നുമില്ല, 4 ഡേയ്സ് ട്രാവലിംഗ് ആണ് കേട്ടോ പോയിട്ട് വരുന്നത്. അപ്പോൾ മക്കയും മദീനയൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പോയതിന് ശേഷം. ഇതിപ്പം അതിന് മുമ്പുള്ള ചെറിയൊരു ബാഗ് പാക്കിങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത് നിങ്ങളെയും കൂടെ കാണിക്കണം. അപ്പം എൻ്റെ ഈ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ദുആ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. എല്ലാവരുടെയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ കമൻറ്റ്സ് ഇടണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ആ എക്സൈറ്റ്മെൻ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഉറക്കമില്ല, എന്തൊക്കെ എടുത്ത് വെക്കണം. കുറേ വീഡിയോസൊക്കെ കണ്ടു നോക്കി, ഇന്നത് വേണമെന്ന്. പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ബാഗ് പാക്ക് ചെയ്യാലും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുള്ള് കണ്ട് ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പം ഇതാണ് ഞാൻ കൊണ്ടുവന്ന ബാഗ്. ചെറിയൊരു ട്രോളിയുടെ ബാഗാണ്. ഇതിൽ എൻ്റെ മാത്രം ഡ്രസ്സ് വയ്ക്കാൻ കേട്ടോ. ഇക്ക ചെറിയ വേറൊരു ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെത് മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അതെ, ചെറിയൊരു ട്രോളി ബാഗാണ്. അപ്പം 4 ദിവസത്തേക്കായതുകൊണ്ട് ഞാനൊരു 4 അബായാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഉംറ ചെയ്യാൻ നേരത്ത് ഇപ്പം ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു അബായാണ്. പിന്നെ ഇതൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതാണ്, അധികം യൂസ് ആക്കാത്ത അബായകളാണുള്ളത്. ഞാൻ കാണിച്ചത് ഉംറ ചെയ്യാൻ വേണ്ടി മേടിച്ചത് അബായ ഞാൻ കാണിച്ചത്. ഇങ്ങനെ ഹാൻഡിൽ വർക്കൊക്കെ വരുന്ന ഒരബായാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അബായാണ്. ഇതാണ് ഉംറ ചെയ്യാൻ നേരത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച അബായ. പിന്നെ ഇതിൻ്റെ കൂടെ കയ്യിലിടുന്ന, അപ്പോൾ ഇതുണ്ടോ, കയ്യിലിടുന്ന ഉറയും പിന്നെ ഈ അബായയും പിന്നെ ഇതിൻ്റെ ഷോളും പിന്നെ ഉള്ളിലിടുന്ന ഒരു തൊപ്പിയും ഉണ്ട് കേട്ടോ. ഇത് ഇത്രയാണ് ഉംറയ്ക്ക് ഞാൻ ഇടുന്നത്.
പിന്നെ 4 ജോഡി ഡ്രസ്സ് ഞാൻ അബായയ്ക്കുള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത് എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ. 4 ജോഡി ഡ്രസ്സ്. അങ്ങനെ അറബി വീട്ടിൽ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്വപ്നം കണ്ട ഒരു ഒരു യാത്രയ്ക്ക് പോകാൻ പോവുകയാണ്. യാത്രയെന്നൊന്നും പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഏറ്റവും എൻ്റെ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു പോക്കാണ്. ഈ എടുക്കുന്ന ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ എല്ലാം ഇങ്ങനെ പെട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി ഫുള്ളായിട്ട് കാണിക്കാവേ. അങ്ങനെ നമ്മൾ പെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് 4 അബായ, 4 ഷോള്, പിന്നെ അതിൻ്റെ കൂടെ ഇടാനുള്ള ഡ്രസ്സ്, ഇന്നേഴ്സ്, പിന്നെ നമ്മുടെ പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, പിന്നെ കത്രിക ഇക്ക മേടിച്ചുകൊണ്ട് വരുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ഇത്രയാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ നിസ്കാരപ്പായം, അതായത് ചെറിയൊരു ഷീറ്റ് പോലത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടാണ് വെക്കാനുള്ളത്. അത് പിന്നെ വേറൊരു ബാഗിനകത്ത് ഇക്ക വയ്ക്കും. പിന്നെ ഉംറയ്ക്ക് ഇടുന്ന ഡ്രസ്സ് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗ് പാക്കിംഗ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് ഇനി പവർ ബാങ്ക് വരും, പിന്നെ തസ്ബി വരും, അതുപോലെ തന്നെ ഫോണ്, ചാർജർ, കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ, ഇത് എൻ്റെ ബാഗാണ്, പുതിയ ബാഗ്. പോവാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കേട്ടോ. ഇതിനകത്ത് പവർ ബാങ്കും കാര്യങ്ങളും അങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തും വെക്കാം. പിന്നെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കൂടുതൽ എന്താണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും തിരിച്ചു വരുമ്പം. പിന്നെന്താണ്, എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും യാത്ര നല്ലതായി അങ്ങ് എത്തിപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്യുക. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ എല്ലാവരും കമൻ്റായിട്ട് ഇടുക. എന്തായാലും ഇവിടെ വന്നിട്ട് എൻ്റെ ആദ്യത്തെ സ്വപ്നം പോവണിയാൻ പോവുകയാണ്. അത് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പെട്ടി പാക്കിങ്. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയാണ് എൻ്റെ പെട്ടിക്കകത്തുള്ളത്. പിന്നെ വേറെ ചെയ്യാൻ ഞാനൊരു ഷൂ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു സ്ലിപ്പർ, അങ്ങനെയാണെന്നാണ് ഇക്ക പറഞ്ഞത്. അപ്പം കുറച്ചും കൂടി നമുക്ക് ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഷൂ ആണ് കേട്ടോ. അതായിരിക്കും. കുറേ നടക്കാനൊക്കെ ഉണ്ടല്ലോ, ഔട്ട്സൈഡൊക്കെ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടല്ലോ. പിന്നെ കോക്കോയെ വാപ്പാടുത്ത് കൊണ്ടാക്കുക കേട്ടോ 4 ദിവസത്തേക്ക്. പക്ഷേ കോക്കോ നിൽക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ കോക്കോതോ ഞാൻ വീട് ചെയ്യുമ്പോൾ അവിടെ നിലത്തിരിക്കുന്നുണ്ട് കോക്കോ. കോക്കോ ഇങ്ങ വന്നേ. കണ്ടോ, ഞാനിവിടെ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ കോക്കോ. അപ്പോൾ ഇപ്പം തന്നെ കോക്കോ ഭയങ്കര കുരുത്തക്കേടാണ്. കുരുത്തക്കേടെന്ന് വെച്ചാൽ ആരുടെയിലും പോകത്തില്ല, പുറത്തോട്ട് ഇറങ്ങൂല. അന്നേരം ഇനി വാപ്പാടുത്ത് കൊണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവൾ പുറത്തോട്ട് നിൽക്കുമോ, കൂടെ വാപ്പാടെ കൂടെ അവിടെ നിൽക്കുമോ എന്നറിയത്തില്ല. എന്നാലും 4 ദിവസത്തേക്ക് നമുക്ക് നിർത്താതെ പറ്റില്ലല്ലോ. ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഇനി കോക്കോയെ കൊണ്ടാക്കണം. കോക്കോയെ ഇനി നാളെ രാത്രി കൊണ്ടാക്കും കേട്ടോ. നാളെ ഇവിടെ നോമ്പ് 29ആണ്. അപ്പം നാളെ കൊണ്ടാക്കും കോക്കോയെ. പെരുന്നാളിന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പെരുന്നാളിന് നമ്മൾ ഉംറയ്ക്ക് പോകും. ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാൻ മിസ്സായി കേട്ടോ, ഒന്നും കാണിച്ചു തരാവേ. വേറെ ഒന്നുമല്ല, എൻ്റെ കുറച്ച് ചെയിനുകൾ കാണിച്ചു തരാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാൻ. ഇതുണ്ട്, ഇത് ഞാൻ നെസ്റ്റോയിൽ പോകുമ്പം മേടിക്കുന്നതാണ്. ഇട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ, ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അത് കൊടുത്തേക്കാം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ്. ഇതുണ്ടോ, ഇങ്ങനെ ഇരിക്കും, നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്യൂട്ട് സാധനമാണ്. സ്വർണ്ണമൊക്കെ മേടിക്കണമെങ്കിലേ ഒരുപാട് കാശൊക്കെ കൊടുക്കണ്ടേ. ഇതാകുമ്പം 10-100 രൂപയ്ക്ക് കിട്ടും നമുക്ക്. സ്വർണം പോലെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം, നമ്മുടെ ആശയും തീരും. അതുപോലെ ഒരെണ്ണതുണ്ട്, ഇതും നല്ല രസമാട്ടോ. പിന്നെ വാച്ച് ഇതിപ്പോൾ 2 വർഷത്തിൽ കൂടുതലായിട്ടോ, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് കുവൈറ്റിൽ നിന്ന് വന്നപ്പം കൊണ്ടു തന്നെയാണ്, ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതെൻ്റെ സ്വർണ്ണക്കമ്മലാണേ. ഇത് ഇവിടെ വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്നതാണ്. പിന്നെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാണ്ട് കാത് പിന്നെ ഫ്രീ ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ആണി ഇച്ചിരി ലൂസാണ്, അതുകൊണ്ടാണ് ഇത് ഇടാത്തത് ഞാൻ. ഇനി പോകുമ്പോൾ ഒരെണ്ണം ഒന്ന് മാറ്റിയിട്ട് പോകണം. ഇപ്പോൾ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയില്ലേ, നമുക്കൊന്നും മേടിക്കാൻ പോലും പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളെയൊക്കെ എന്നാൽ എനിക്ക് നല്ലപോലെ സ്വർണ്ണം മേടിക്കാനൊന്നും അറിയത്തില്ലല്ലോ, വില കൂടുതൽ. പിന്നെ വേണ്ടേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല രസമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുത്തേക്കും കേട്ടോ. ഇതൊക്കെ ഓൺലൈനിൽ ഇഷ്ടം പോലെ കിട്ടും, മേടിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ പിന്നെ വേണ്ടേ, ഒരു ചീപ്പ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, ഞാൻ മറന്നു ഇത്. പിന്നെ സ്കാർഫിൽ കുത്തുന്ന പിന്നാണ്. അപ്പം ഇതൊക്കെ അന്നേരം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗ് പാക്കിംഗ് ആയിട്ട്. അപ്പം ഇൻഷാ അള്ളാ, അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് ഇനി എൻ്റെ വീഡിയോസുകളൊക്കെ കാണത്തുള്ളൂ. ഷോർട്സൊക്കെ പറ്റുന്നതൊക്കെ ഇടാം. ഉംറ ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുക്കില്ല. അല്ലാതെ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ മാക്സിമം പറ്റുന്നതൊക്കെ നമ്മൾ എടുത്ത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അല്ലാതെ ഉംറ ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുക്കില്ല. അത് നമ്മൾ ഉംറ ചെയ്യാനല്ലേ പോകുന്നത്, അത് വീഡിയോ എടുക്കുന്നത് ശരിയല്ല. പിന്നെ അല്ലാണ്ട് കഅബയും പരിസരങ്ങളും ഒക്കെ എനിക്ക് കൺകുളിർക്ക് കാണാൻ എൻ്റെ കൗതുകങ്ങളൊക്കെ ഞാൻ നിങ്ങളും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചിലരൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുള്ളവരും ചോദിക്കും ഇതൊക്കെ ഒരു പുതുമ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയല്ല. എനിക്ക് എന്നും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാനൊന്ന് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് മാത്രം. അപ്പം ഇൻഷാ അള്ളാ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്ക്. ഈദ് മുബാറക്കിൻ്റെ ഒന്ന് പറയാൻ ഒന്ന് പോവല്ലോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്ക്. ഒരുപാട് സന്തോഷം. എല്ലാവരും ദുആ ചെയ്യ് നല്ലതുപോലെ അങ്ങെത്തിപ്പെടാനും. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെല്ലാവർക്കും വേണ്ടി, എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവർക്കും, എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാ ദുആ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ വന്ന് ഈ ജോലി ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ലക്കിയാണ് എന്ന് ഞാൻ പറയും. പിന്നെ എനിക്ക് 4 ഡേയ്സാണ് കേട്ടോ ഓഫ് വന്നിരിക്കുന്നത്. ഈ 4 ഡേയ്സിന് പകരം മാമ എന്നെക്കൊണ്ട് 4 ഫ്രൈഡേ ഓഫ് ഇല്ല എനിക്ക്. ഈ 4 ഫ്രൈഡേ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ആഗ്രഹം സഫലമാകുമെങ്കിൽ 4 ദിവസം കൂടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി വന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്നും കാണിച്ചിട്ടില്ല, ചുമ്മാ ജസ്റ്റ് 2-3 തുണികളൊക്കെ കാണിച്ചതേ ഉള്ളൂ. അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലില്ല. അപ്പം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഉംറയ്ക്ക് പോകുന്ന കാര്യം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. ഇൻഷാ അള്ളാ ഇനി വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ ഓൾ ചെയ്ത് വെക്കുക.